കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിച്ചു. പൂർവശിദ്യയുടെ അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു. നമുക്ക് അവസാനം പറയാം. ഞാൻ തുളുനാട്ടിലെ ചെറുത്തു. നീ എവിടെയാണ്? അത് തുളുനാടൻ ജംഗ്ഷനിൽ. അവിടെ സ്ഥലമില്ല. എന്ത് വിഡ്ഢിത്തമാണ് ഞാൻ പറയുന്നത്? ജംഗ്ഷൻ ഇല്ലാത്ത നാടുണ്ടോ? എന്താ നിന്റെ പ്രശ്നം? ചതിയും ചന്തുവിന്റെ കൊടുക്കൂറുകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇരുമ്പാണ് കത്തി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് തലയാറ് പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയത് കളവ് പറഞ്ഞവൻ ചന്തു. മണ്ണിൽ അങ്കത്തളച്ചൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചെറികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാടാൻ നിങ്ങളുടെ നാട്ടിൽ. തോൽവികളേറ്റു വാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ആടുതോമ, അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. തായ്വഴി അച്ഛൻ വടക്കന, വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ എപ്പം വടക്കായി. എന്താണ് നിനക്ക് മാസം ഉറപ്പിക്കട്ടെ, കൂടുതലേ കൂടിയ തീപ്പൊരി വറക്കും. നിന്റെ പുത്തൻ ഡ്രൈവൻ ക്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച നിനക്ക് ആദ്യം നോക്കണേ. ഞാൻ തന്നെ വെച്ചത് നിങ്ങളൊന്നും ഞാൻ ശരിയാക്കി തരണം. പറഞ്ഞിട്ട് പോലെ ഈ പയ്യൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ മാറി നിൽക്കുക, ഇങ്ങനെ മാറി നിൽക്കുക. എന്താ അപ്പൊ നീ എന്നെ ചതിച്ചു വരണ തോമ? ഒരു പരിധി വരെ എനിക്ക് അത്ര ഇരിക്കാൻ പറ്റും. ഞാൻ തള്ളാറില്ലേ, ഞാൻ അടിക്കില്ല. കുറെ നേരം തുടങ്ങിയിട്ട് ഒരു വഴി എടാ ചന്തു, 10-30 വർഷം മുമ്പ് നടന്ന സംഭവം ഇത്. പിന്നെ നിന്റെ വാളിന്റെ ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച് ചതിച്ചത്
ആ കൊല്ലം തന്നെയാണെന്ന് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേരിൽ ഇപ്പൊ നീ 2 ഗുണ്ടകളെ കൂട്ടി ഇവിടെ വന്ന് ഈ പാവം തോമെ തല്ലിട്ട് എന്താ കാര്യം? സാരമില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും പിരിഞ്ഞു പോണ്ട. നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയുന്നു. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം, അതോ മമ്മൂട്ടിനെ വേണം, അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടെ മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണം? ഇനി നിന്നെ കാണിക്കണം. എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹിയും മടക്കി കുത്തി സ്റ്റേജിൽ ഇരിക്കാറുന്നു. എന്താ നിന്റെ നാടകത്തിന്റെ പേര്? അന്തിക്ക് പൂക്കുന്ന ചെമ്മാന്. എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കമ്മാൻ. ചന്തിക്ക് തേക്കുന്ന കുമാരൻ. നല്ലത് നല്ലത്.